ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്റ്റോറീസ് ഓഫ് റേഹു. അച്ഛാ, ഞാനൊരാഗ്രഹം പറഞ്ഞോട്ടെ? ഐസ്ക്രീം പാതി കഴിച്ച ശേഷം ആരോ മുഖമുയർത്തി ചോദിച്ചു. എന്തോ ആലോചനയിലായിരുന്നു, ഞാനത് കേട്ടില്ല. അവൻ തട്ടി വിളിച്ചപ്പോൾ ഒന്ന് ഞെട്ടി. എന്താ കണ്ണാ? അച്ഛൻ ഏത് ലോകത്താ? ഏയ് ചുമ്മാ, നീ എന്താ ചോദിച്ചേ? എനിക്കൊരു ആഗ്രഹമുണ്ട്, സാധിച്ചു തരുമോന്ന്. ഞാൻ പോക്കറ്റിൽ തപ്പി നോക്കി. അത്യാവശ്യം പൈസയുണ്ട്. വലുതൊന്നും പറഞ്ഞേക്കല്ലേ, ഈ മാസം ലോൺ അടയ്ക്കാനുള്ളതിൽ നിന്ന് എടുത്തിട്ടാ നിന്നെയും കൊണ്ട് കറങ്ങുന്നത്. പോ അച്ഛാ. അതൊന്നുമല്ല. അവൻ മുഖം വീർപ്പിച്ചു. എനിക്കറിയാം, ഇന്നേ വരെ എനിക്ക് താങ്ങാൻ പറ്റുന്ന ആഗ്രഹങ്ങൾ മാത്രമേ അവൻ പറഞ്ഞിട്ടുള്ളൂ. അച്ഛനെ മനസ്സിലാക്കുന്ന മക്കൾ ഒരു അനുഗ്രഹം തന്നെയാണ്. 14 വയസ്സിൽ തന്നെ നല്ല പക്വതയുള്ള കുട്ടി. ശരി, പറ കേൾക്കട്ടെ. നിനക്ക് എനിക്ക് ലിൻഡ ആന്റിയെ കാണണം. എന്തിന്? ഞാൻ അന്തം വിട്ടു ചോദിച്ചു. വെറുതെ. അച്ഛമ്മ മരിക്കുന്നതിന് മുമ്പ് ആന്റിയെക്കുറിച്ച് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അന്നേ തോന്നിയതാ കാണണമെന്ന്. പക്ഷെ അന്ന് അമ്മ ഉണ്ടായിരുന്നല്ലോ. അമ്മയ്ക്ക് ലിൻഡ ആന്റിയുടെ പേര് കേട്ടാൽ തന്നെ ഭ്രാന്തിളകും. അത് പേടിച്ചിട്ടാ. കൊള്ളാം, അച്ഛന്റെ പഴയ കാമുകിയെ കാണാൻ ആഗ്രഹിക്കുന്ന മകൻ. അവനോട് അവളെക്കുറിച്ച് പറഞ്ഞത് എന്റെ അമ്മയും. ഒരുമിച്ച് ജീവിക്കാൻ വിട്ടില്ല. ആത്മഹത്യാ ഭീഷണിയൊക്കെ മുഴക്കി വേറെ പെണ്ണ് കെട്ടിച്ചു. വന്നു കയറിയവൾ പ്രതീക്ഷിച്ചതുപോലെ അല്ല എന്ന് മനസ്സിലായപ്പോൾ മോനോട് കുമ്പസാരിച്ചിരിക്കുന്നു. മരിച്ച് മണ്ണടിഞ്ഞിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും എനിക്ക് അമ്മയോട് വെറുപ്പ് തോന്നി. എന്താ അച്ഛമ്മ പറഞ്ഞത്? ലിൻഡ ആന്റി നല്ല പെണ്ണായിരുന്നു, പക്ഷെ ജാതിമാറ്റം ആയതുകൊണ്ട് അച്ഛന്റെ മാമന്മാർ സമ്മതിച്ചില്ല. പിന്നെ ആന്റിയുടെ അച്ഛൻ ഭയങ്കര കള്ളുകുടിയാണ്. ആന്റിയുടെ ചേച്ചി ഏതോ തമിഴനെ കല്യാണം കഴിച്ചത്. അങ്ങനെ കൊള്ളരുതാത്ത കുടുംബമാണെന്ന് കരുതി അച്ഛനെ കൊണ്ട് അമ്മയെ കല്യാണം കഴിപ്പിച്ചു. അങ്ങനെ എന്തൊക്കെയോ. എല്ലാം മുത്തശ്ശിമാരും പുരാണ കഥകളും സാരോപദേശ കഥകളുമാണ് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. എന്റെ അമ്മയോ, അവന്റെ അച്ഛന്റെ നഷ്ടപ്രണയവും. ഭീകരം തന്നെ. പ്ലീസ് അച്ഛാ, ഒരിക്കൽ കണ്ടാ മതി. അതൊന്നും ശരിയാവില്ല കണ്ണാ. അവൾ ഇന്ന് വേറൊരാളുടെ ഭാര്യയാണ്, മക്കളും ഉണ്ടാവും. നമ്മൾ പോയിട്ട് വെറുതെ കുടുംബം കലക്കരുത്. ആന്റിയുടെ ഹസ്ബൻഡ് മരിച്ചിട്ട് വർഷങ്ങളായല്ലോ. പിന്നെന്താ പ്രശ്നം? ഞാൻ ശരിക്കും ഞെട്ടി. ഇതെങ്ങനെ നിന്നോട് ആരൊക്കെയാ ഇത് പറഞ്ഞേ? അമ്മ ഫേസ്ബുക്കിൽ ആന്റിയെ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചു. എന്നിട്ട് ആരോടോ ഫോണിൽ പറയുന്നുണ്ടായിരുന്നു, പഴയ ലവർ ഇപ്പൊ ഫ്രീ ആയത് കൊണ്ടാ അച്ഛന് ഇത്രയും ധൈര്യമെന്നൊക്കെ. ഞാൻ അറിയാത്ത ഇതൊക്കെ നടക്കുന്നുണ്ടായിരുന്നോ? പണ്ട് കുറെ ഞാനും FB-യിൽ തപ്പി നോക്കിയിരുന്നു, കണ്ടില്ല. അവൾ അങ്ങനെ കണ്ടെത്തി. പെണ്ണുങ്ങൾക്ക് മാത്രമായി ദൈവം കൊടുത്ത പല കഴിവുകൾ എന്തെങ്കിലും ഒന്ന് ഉപയോഗിച്ചിട്ടുണ്ടാവും. ശരി, നീ പറഞ്ഞത് കൊണ്ട് മാത്രം. ഇത് അവസാനത്തെയാ. പിന്നെ മിണ്ടിയേക്കരുത്, സമ്മതിച്ചോ? അവൻ സന്തോഷത്തോടെ തലയാട്ടി. പിന്നെ ബാക്കിയുള്ള ഐസ്ക്രീം തീർത്ത് എഴുന്നേറ്റ് കൗണ്ടറിലേക്ക് നടന്നു. ബേക്കറിയും കൂൾബാറും ഒരുമിച്ചാണ്. അവിടെ നിന്ന പയ്യനെ അവൻ കൈ കാട്ടി വിളിച്ചു. ചേട്ടാ, ഒരു പാക്കറ്റ് ചിപ്സ്, 1 കിലോയുടെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക്, പിന്നെ ഡയറി മിൽക്ക് ചോക്ലേറ്റ്, വലുത് 4 എണ്ണം. ഇതൊക്കെ ആർക്കാ? ആദ്യമായിട്ട് ഒരു വീട്ടിലേക്ക് പോകുമ്പോ എന്തെങ്കിലും വാങ്ങണ്ടേ? അതിന് ചോക്ലേറ്റ് എന്തിനാ? ആന്റിക്ക് ഡയറി മിൽക്ക് വലിയ ഇഷ്ടമാണെന്ന് എനിക്കറിയാലോ. അതാരാ പറഞ്ഞേ? അച്ഛമ്മ. ആന്റിക്ക് ചോക്ലേറ്റ് വാങ്ങിച്ചു കൊടുത്ത കാശുണ്ടായിരുന്നെങ്കിൽ ഒരു കാറ് വാങ്ങിക്കാമായിരുന്നു എന്ന് പറഞ്ഞു. ബെസ്റ്റ്. ഇനി എന്തൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്ന് ദൈവത്തിനറിയാം. ബേക്കറിയിലെ പയ്യൻ ചിരിയടക്കി നിൽക്കുകയാണ്. എല്ലാം എടുത്തേക്ക്. ഇവൻ അച്ഛനും ഞാൻ ഇവന്റെ മോനുമാ. സാധനങ്ങൾ കവറിലേക്ക് വിട്ട് വാങ്ങി ഞങ്ങൾ പുറത്തിറങ്ങി. ആദ്യം കണ്ട ഓട്ടോയിൽ കയറി. വടക്കേടത്തെ ശിവക്ഷേത്രത്തിന്റെ അടുത്തൊരു വോളിബോൾ കോർട്ടില്ലേ, അവിടേക്ക്. ഡ്രൈവർ തല കുലുക്കി ഓട്ടോ മുന്നോട്ടെടുത്തു. ആരോ പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ്. ഇവൻ ഇത്രയും വളർന്നത് ഞാൻ അറിഞ്ഞില്ല. അല്ലെങ്കിലും മാറ്റങ്ങൾ അറിയുവാൻ ഞാൻ പണ്ടേ പരാജയപ്പെട്ടവനാണ്. അതിൽ മാത്രമല്ല, എല്ലാത്തിലും പരാജയപ്പെട്ട ഒരുത്തൻ. സ്നേഹിച്ചവളെ സ്വന്തമാക്കുന്നതിലും താലി കെട്ടിയവളെ മനസ്സിലാക്കുന്നതിലും തുടങ്ങി എല്ലാത്തിലും തോറ്റുപോയവൻ. അവനവന്റെ ജീവിതം മറ്റുള്ളവരുടെ തീരുമാനങ്ങൾക്ക് വിട്ടുകൊടുത്താൽ ഇത് തന്നെ ഗതി. ഗീതുവിനെ വിവാഹം കഴിച്ച അന്ന് തന്നെ എല്ലാം തെറ്റായ വഴിയിലേക്കാണ് പോകുന്നതെന്ന് മനസ്സിലാക്കിയില്ല. അതുകൊണ്ടാണല്ലോ നഷ്ടപ്രണയത്തെക്കുറിച്ചൊക്കെ അവളോട് വിവരിച്ചത്. സാരമില്ല അനുപേട്ട, അതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ. എനിക്കും അങ്ങനെ ഒരു ലവ് അഫെയർ ഉണ്ടായിരുന്നു. അത് ബ്രേക്കപ്പ് ആയപ്പോൾ ഒത്തിരി വിഷമിച്ചതാ. പക്ഷെ വീട്ടുകാർക്ക് വേണ്ടി ജീവിച്ചല്ലേ പറ്റൂ. അത് ഓർത്തപ്പോ ആ സങ്കടങ്ങളിൽ നിന്ന് പുറത്തു വരാൻ മാക്സിമം ശ്രമിച്ചു. ഇപ്പോ എല്ലാം മറന്നു. അനൂപേട്ടനും കഴിയും. ജസ്റ്റ് ട്രൈ. നെഞ്ചിലൂടെ വിരലോടിച്ചുകൊണ്ട് ഗീതു പറഞ്ഞ വാക്കുകൾ അവളോട് അതിരറ്റ ബഹുമാനം തോന്നി. തന്റെ ഭാര്യ. വലിയ സാമ്പത്തികമൊന്നുമില്ലാത്ത കുടുംബമായിരുന്നു അവളുടേത്. എന്നിട്ടും അച്ഛൻ നന്നായി പഠിപ്പിച്ചു. ഒരു ജോലി അവളുടെ സ്വപ്നമാണെന്ന് മനസ്സിലാക്കിയ ഞാൻ അതിനെ പ്രോത്സാഹിപ്പിച്ചു. ഉറക്കം മുളച്ച് PSC എക്സാമിന് അവൾ പഠിക്കുമ്പോൾ ഞാനും കൂട്ടിരുന്നു. അവസാനം പോലീസ് സെലക്ഷൻ കിട്ടുകയും ചെയ്തു. വനിതാ പോലീസുകാർക്ക് കൂലിപ്പണിക്കാരൻ ഭർത്താവ് അധികപ്പറ്റായി തോന്നി തുടങ്ങും വരെ ജീവിതം നല്ല രീതിയിൽ തന്നെ ആയിരുന്നു. നിങ്ങൾക്ക് ചീപ്പ് കോംപ്ലക്സ് ആണ്, കൂടെ സംശയരോഗവും. ആദ്യം സ്വയം നന്നാവും, എന്നിട്ട് ഉപദേശിക്കാമോ?
എന്നെ എനിക്കറിയാം. ഒരുത്തനെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. ആരവിന്റെ 4ാം പിറന്നാളിന്റെ അന്ന് രാത്രിയിലെ വഴക്കിനിടയിൽ അവൾ പറഞ്ഞത് ഇന്നും ഓർമ്മയിലുണ്ട്. എനിക്ക് തന്നെ അത്ഭുതം തോന്നി. അത് ഇത്രയ്ക്ക് ദേഷ്യപ്പെടാൻ മാത്രം ഞാനൊന്നും പറഞ്ഞില്ല. ബർത്ത്ഡേ പാർട്ടിക്കിടെ സഹപ്രവർത്തകരിൽ ഒരുത്തൻ അവളുടെ അരയിലൂടെ ചുറ്റിപ്പിടിച്ച് ഡബിൾ മീനിങ്ങിൽ എന്തൊക്കെയോ സംസാരിച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതിനെക്കുറിച്ച് ചോദിച്ചതായിരുന്നു തുടക്കം. പ്രമോദ് സാർ എന്റെ നല്ല സുഹൃത്താണ്, ഒരു ബെസ്റ്റ് ഫ്രണ്ട്, അല്ലെങ്കിൽ ഒരു ഏട്ടനെ പോലെ. ആ സ്വാതന്ത്ര്യത്തിൽ ഒന്ന് തൊട്ടു, അതിലെന്താ ഇത്ര തെറ്റ്? വെറും ലോക്കലായി ചിന്തിക്കരുത്. ഇതുപോലെ ലേറ്റ് നൈറ്റിലെ പല ഫംഗ്ഷനും പോയി വരുമ്പോൾ സാറാ എന്നെ ഇവിടെ ഡ്രോപ്പ് ചെയ്തിരുന്നത്. വേണമെന്ന് വെച്ചിരുന്നെങ്കിൽ സാറിന് അപ്പോഴൊക്കെ എന്നോട് മോശമായി പെരുമാറായിരുന്നല്ലോ. അതുണ്ടായില്ല. ഇത്ര ആൾക്കാരുടെ മുന്നിൽ വെച്ച് ഒന്ന് തൊട്ടതിനാണോ നിങ്ങൾ ഈ കിടന്ന് ചാടുന്നത്? മനസ്സിലായില്ല. വേണമെങ്കിൽ മോശമായി പെരുമാറുമായിരുന്നോ? അപ്പോ നീ അതിന് തയ്യാറായിരുന്നു എന്നാണോ അർത്ഥം? എനിക്കും ദേഷ്യം വന്നു. വൃത്തികേട് പറയരുത്. അവൾ അലറിയതോടെ മോൻ ഞെട്ടി ഉണർന്ന് കരഞ്ഞു തുടങ്ങി. പിന്നീട് അങ്ങോട്ട് വഴക്കുകൾ പതിവായി. തെറ്റ് അവളുടേതാണെങ്കിലും ഒരു കൂലിപ്പണിക്കാരന്റെ സംശയരോഗം എന്ന രീതിയിൽ അത് മാറ്റിയെടുക്കാനുള്ള അവളുടെ കഴിവ് അപാരമാണ്. കൂടെ ജോലി ചെയ്യുന്ന പെണ്ണ് ഡ്രസ്സ് മാറുന്ന വീഡിയോ എടുത്ത കുറ്റത്തിന് പ്രമോദ് പിടിയിലായതിനു ശേഷം കുറച്ചുനാൾ അവൾ നിശബ്ദയായിരുന്നു. ഞാനും ഒന്നിനും പോയില്ല. ഭാഗം വെച്ചപ്പോൾ കിട്ടിയ കാശും ബാങ്ക് ലോണും കൊണ്ട് പുതിയ വീട് പണിത് അമ്മയെ അങ്ങോട്ട് കൊണ്ടുവന്നു. ഇടയ്ക്കുള്ള പൊട്ടലും ചീറ്റലും ഒഴിച്ചാൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഗവൺമെന്റ് ജോലി ഉള്ളതിനാൽ അവളുടെ പേരിലായിരുന്നു ബാങ്ക് ലോൺ. പകുതി കാശ് ഞാൻ കൊടുക്കണം. വീടോ രണ്ടാളുടെയും പേരിൽ. അതുകൊണ്ട് തന്നെ അമ്മ അവിടെ താമസിക്കുന്നത് അവൾക്ക് ഇഷ്ടമല്ലായിരുന്നു. അമ്മായിയമ്മയും മരുമകളും തമ്മിൽ പോരാട്ടം പതിവായി. അല്ലെങ്കിൽ അമ്മയ്ക്ക് അത് ആവശ്യമാണ്. എന്നെ എന്റെ ഇഷ്ടത്തിന് വിട്ടില്ലല്ലോ. ആ ഒരു കാര്യത്തിൽ പ്രതികാരം ചെയ്ത ചെറിയ സന്തോഷം എനിക്കും ഉണ്ടായിരുന്നു. പക്ഷെ അതിന് അധികം ആയുസ് ഉണ്ടായിരുന്നില്ല. 2 വർഷം മുമ്പ് ഗെയിം കളിക്കാൻ വേണ്ടി മോൻ ഗീതുവിന്റെ ഫോൺ എടുത്ത ദിവസം അവൾ അടുത്ത വീട്ടിലെ ചേച്ചിയുമായി സംസാരിക്കുകയായിരുന്നു. കുറെ നേരം ഗെയിം കളിച്ചതിനാൽ ഞാൻ മോനെ വഴക്ക് പറഞ്ഞ് ഫോൺ വാങ്ങി വെച്ചു. വെറുതെ ഒരു കൗതുകത്തിന് വാട്സപ്പ് തുറന്നപ്പോൾ പഴയ പ്രമോദിന്റെ മെസ്സേജ് കണ്ടു. ഞാൻ അത് നോക്കുന്നതിനിടയിലാണ് ഗീതു കയറി വന്നത്. ഭാര്യയുടെ ഫോൺ പരിശോധിക്കുന്ന വിശ്വാസമില്ലാത്തവൻ എന്ന പേരിൽ ആരംഭിച്ച യുദ്ധത്തിൽ അവസാനം എനിക്ക് പോലീസ് സ്റ്റേഷനിൽ ഒരു രാത്രി കിടക്കേണ്ടി വന്നു. കൂടെ ഗാർഹിക പീഡനം, അത് ശാരീരികവും മാനസികവുമായത്. ഞാൻ മാത്രമല്ല, ശരീരത്തിന്റെ ഒരു വശം തളർന്നു കിടക്കുന്ന അമ്മയും പ്രതിയായിരുന്നു. ആരൊക്കെയോ കാൽ പിടിച്ചപ്പോൾ ഗീതു പരാതി പിൻവലിച്ചു. പക്ഷെ അതോടെ കുടുംബജീവിതം തകർന്നു. ഏതാനും നാളുകൾക്കുള്ളിൽ അമ്മ മരിച്ചു. 2 ജില്ലകൾക്കപ്പുറത്തേക്ക് സ്ഥലം മാറ്റം വാങ്ങി അവൾ പോയിട്ട് 1 വർഷം കഴിഞ്ഞു. ഡിവോഴ്സ് കേസിന് കോടതിയിൽ വിളിക്കുമ്പോൾ മാത്രം വരും. സ്ഥലമെത്തി. ഓട്ടോ ഡ്രൈവറുടെ ശബ്ദം കേട്ട് ഞാൻ ഞെട്ടി ചുറ്റും നോക്കി. വോളിബോർഡ് കാണാനില്ല. അവിടെ വലിയൊരു കെട്ടിടം. ഇവിടെ ഒരു കോർട്ട് ഉണ്ടായിരുന്നല്ലോ. അത് ഈ ബിൽഡിങ്ങിന്റെ പുറകിലാ. നിങ്ങൾ കുറെ ആയോ ഇങ്ങോട്ട് വന്നിട്ട്? അയാൾ ചിരിയോടെ ചോദിച്ചു. ഉവ്, ഒരു ജീവപര്യന്തം കഴിഞ്ഞ് ഇറങ്ങിയതേ ഉള്ളൂ. കാശ് കൊടുത്ത് അയാളുടെ അമ്പരപ്പ് കാര്യമാക്കാതെ ആരവിന്റെ കൈയും പിടിച്ചു ഞാൻ നടന്നു. കോർട്ടിന്റെ ഇടതുവശത്തായുള്ള ഒറ്റവഴി പാത ഇന്ന് ടാർ റോഡാണ്. അതിന്റെ അപ്പുറത്ത് ശിവക്ഷേത്രം കാണാമായിരുന്നു. ഒരുപാട് പുതിയ വീടുകൾ ചുറ്റും ഉയർന്നതിനാൽ വഴി മനസ്സിലാക്കാൻ നന്നേ പാടുപെട്ടു. തലയിൽ വൈക്കോൽ കെട്ടുമായി എതിരെ വന്ന വൃദ്ധനോട് ചോദിച്ചു, ചേട്ടാ, ലോട്ടറി കച്ചവടം നടത്തുന്ന ജോർജേട്ടന്റെ വീടെവിടാ? അയാൾ ഒന്ന് ആലോചിച്ചു. പിന്നെ അന്യഗ്രഹജീവിയെ പോലെ എന്നെ അടിമുടി നോക്കി. ജോർജ് മരിച്ചിട്ട് കാലം കുറെ ആയല്ലോ. നിങ്ങൾ എവിടുന്നാ? അതെനിക്കും അറിയാം. വീടാ ചോദിച്ചത്. നേരെ പോയി ഇടത്തേക്ക് തിരിഞ്ഞ് 2ാമത്തെ വീട്. നിങ്ങൾ ആരാ? അതിന് മറുപടി കൊടുക്കാതെ ഞാൻ ആരവിനെയും കൊണ്ട് വേഗത്തിൽ നടന്നു. അച്ഛന് ടെൻഷൻ ഉണ്ടോ? അവന്റെ ചോദ്യം. ഉണ്ട്, പക്ഷെ സാരമില്ല, നീ ഒപ്പമുണ്ടല്ലോ. കളിയാക്കിയതാ അല്ലേ? അല്ല, സത്യം പറഞ്ഞതാ. ആന്റിയുടെ വീട്ടിൽ വേറെ ആരൊക്കെയുണ്ട്? അച്ഛൻ മരിച്ചെന്നല്ലേ അയാൾ പറഞ്ഞത്. അമ്മച്ചി ഉണ്ടാകും, പിന്നെ വേറെ ആരാ? ചിലപ്പോൾ കുട്ടികളും ഉണ്ടാകും. ഇല്ലല്ലോ, ആന്റിക്ക് മക്കളില്ല. ഉണ്ടെങ്കിൽ എന്തായാലും ഫേസ്ബുക്കിൽ ഫോട്ടോ ഇടും. എന്നിട്ട് നിന്റെ അമ്മ നിന്റെ ഫോട്ടോയൊന്നും ഇതുവരെ ഇട്ടില്ലല്ലോ. അത് അമ്മയ്ക്ക് എന്നോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ലേ? ഉണ്ടെങ്കിൽ എപ്പോഴെങ്കിലും എന്നെ ഒന്ന് വിളിക്കുകയെങ്കിലും ശ്രമിക്കുമല്ലോ. എനിക്ക് വല്ലാത്ത സങ്കടം തോന്നി. ഞാൻ അവനെ ചേർത്ത് പിടിച്ചു. പോട്ടെ കണ്ണാ, നിനക്ക് ഞാൻ മാത്രം മതി. നമുക്കിങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിക്കാം. പണ്ട് പലതവണ വന്ന ആ വീട് ഒരുപാട് മാറിയിരിക്കുന്നു. നല്ല ഭംഗിയുള്ള ഒറ്റനില വീട്. മുറ്റത്തിന്റെ ഇടതുവശം നിറയെ ജമന്തിയും ചെണ്ടുമല്ലിയും പൂത്തുലഞ്ഞു നിൽക്കുന്നുണ്ട്. വലതുവശത്തെ കൂട്ടിൽ കിടന്നിരുന്ന പട്ടി ക്ഷണിക്കപ്പെടാതെ അതിഥികളെ കണ്ടപ്പോൾ നിർത്താതെ കുരച്ചു തുടങ്ങി. അത് കേട്ട് പുറത്തേക്ക് വന്ന പ്രായം ചെന്ന സ്ത്രീയെ മനസ്സിലാക്കാൻ എനിക്ക് കുറച്ചു സമയം വേണ്ടി വന്നു. മേരിയമ്മ, അവളുടെ അമ്മച്ചി. ഭക്ഷണത്തിന്റെ കൂടെ എന്നെ സ്നേഹവാത്സല്യങ്ങളും തന്നു ഊട്ടിയിരുന്ന പാവം അമ്മ. മകളുടെ സഹപാഠിയായിരുന്നവന് അവളോട് പ്രണയമാണെന്ന് അറിഞ്ഞപ്പോൾ വേർതിരിക്കാതിരുന്നത് ആ സ്നേഹം കൊണ്ടാണ്. അതേ സ്നേഹം കാരണമാകാം ഞാനും അവളും പിരിയാൻ തീരുമാനിച്ചപ്പോൾ ശപിക്കാതെ നിറ കണ്ണുകളോടെ എന്നെ അനുഗ്രഹിച്ചു വിട്ടത്.
ആരാ മനസ്സിലായില്ല? കൈ കണ്ണിന് മുകളിൽ വെച്ച് എന്നെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് മേരിയമ്മ ചോദിച്ചു. ഞാൻ അനൂപ്. അമ്മച്ചി എന്നെ മറന്നോ? ലീനയുടെ അവർ ഓർമ്മകളിൽ പരതുകയാണ്. പെട്ടെന്ന് ആ മുഖത്ത് ആശ്ചര്യവും സന്തോഷവും നിറഞ്ഞു. അയ്യോ, മോനായിരുന്നോ? കർത്താവെ, ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. നീ എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞ? ഇങ്ങോട്ട് കേറി വാ. ഞാൻ ആരവിനെ കണ്ണു കാണിച്ചു. ഞങ്ങൾ രണ്ടും ഉമ്മറത്തേക്ക് കയറിയിരുന്നു. ഇത് നിന്റെ കുഞ്ഞാണോ? അവർ അവന്റെ കവിളിൽ തഴുകി. അതെ. എന്താ പേര്? ആരവ്. എല്ലാവരും കണ്ണൻ എന്ന് വിളിക്കും. മറുപടി പറഞ്ഞതും അവൻ തന്നെ. എത്രാം ക്ലാസ്സിലാ പഠിക്കണേ? 9-ൽ. ആന്റി ഇല്ലേ ഇവിടെ? അവന്റെ ചോദ്യം കേട്ടപ്പോൾ എന്റെ ശരീരം വിറച്ചു. ഈ ചെറുക്കൻ എന്ത് ഭാവിച്ചാ? മേരിയമ്മ അവനെ നോക്കി പുഞ്ചിരിച്ചു. ഏതാന്റിയാ മോന് കാണേണ്ടത്? എനിക്ക് 2 മക്കളുണ്ട്. മൂത്തത് ഷീന, അവൾ ബാംഗ്ലൂരാ താമസം. രണ്ടാമത്തെ ആൾ അലീന, അവളെയാണ് കാണേണ്ടതെങ്കിൽ ഇപ്പൊ വരും. റേഷൻ കടയിൽ പോയതാ. അവർ ഞങ്ങൾക്ക് അഭിമുഖമായി ഇരുന്നു. എന്നെ നോക്കി. പറ മോനെ, എന്തൊക്കെയാ വിശേഷങ്ങൾ? നിങ്ങൾ വെറുതെ വന്നതല്ല എന്ന് എനിക്കറിയാം. സത്യമായിട്ടും വെറുതെ വന്നതാ അമ്മച്ചി. എന്റെ ഒരു കൂട്ടുകാരന്റെ വീട് ഇവിടെ ടൗണിൽ, അവിടെ പോയതാ. വൈകിട്ട് ഒരു സിനിമയൊക്കെ കണ്ട് തിരിച്ച് നാട്ടിലേക്ക് ബസ് കയറാമെന്ന് വെച്ചു. അതുവരെ സമയം കളയാൻ എന്താ വഴിയെന്ന് ആലോചിച്ചപ്പോൾ നിങ്ങളുടെ കാര്യം ഓർമ്മ വന്നു. അങ്ങനെ ഇങ്ങോട്ട് വന്നു, അത്രേ ഉള്ളൂ. സന്തോഷം. എത്ര വർഷങ്ങളായി നിന്നെ ഒന്ന് കണ്ടിട്ട്. ഇടയ്ക്ക് പഴയ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നിന്റെ പേരും കടന്നു വരും. അവർ നെടുവീർപ്പിട്ടു. ഇപ്പൊ എന്താ ജോലി ചെയ്യുന്നേ? പെയിന്റിങ് തന്നെ. തനിച്ചോ അതോ വേറെ ആരുടെയെങ്കിലും കീഴിലോ? ഇപ്പൊ തനിച്ചാ. കോൺട്രാക്ട് എടുത്ത് നടത്തും. 10 പണിക്കാരുണ്ട്. ജോലിയൊക്കെ ഉണ്ടോ? കുഴപ്പമില്ല. മഴക്കാലത്ത് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ടുണ്ടായിരിക്കും, എന്നാലും കഴിഞ്ഞു പോകാം. നിന്റെ ഭാര്യ പോലീസിലാണ്. മുഖത്തെ ഭാവമാറ്റം സംസാരത്തിൽ വരാതിരിക്കാൻ പണി കൊണ്ട് ഞാൻ മറുപടി പറഞ്ഞത്. ഇവിടുത്തെ വിശേഷങ്ങൾ അറിഞ്ഞോ? അപ്പച്ചൻ പോയി. ലീനയുടെ ഭർത്താവ് മരിച്ചിട്ട് 7 വർഷമായി. ഞങ്ങൾ മാത്രമേ ഉള്ള ഒരു കുടുംബം. എന്തു ചെയ്യാനാ? അവർ വിഷാദത്തോടെ പറഞ്ഞു. ദേ മോള് വന്നു. ഞാനും മോനും ഒരേ സമയം പുറത്തേക്ക് നോക്കി. ഒരു സ്കൂട്ടർ മുറ്റത്തേക്ക് വന്നു നിന്നു. ഹൃദയമിടിപ്പ് അനിയന്ത്രിതമായി കൂടുകയാണ്. ഹെൽമറ്റ് ഊരി ഹാൻഡിലിൽ കൊളുത്തി വെച്ച് സീറ്റ് തുറന്ന് ഒരു സഞ്ചിയും എടുത്ത് അവൾ തിരിഞ്ഞു. എല്ലാവരും സ്നേഹത്തോടെ ലീന എന്ന് വിളിക്കുന്ന അലീന. ഒരു കാലത്ത് എന്റെ എല്ലാമായിരുന്നവൾ. ആ സമയത്തെ വികാരം എന്തായിരുന്നെന്ന് പറഞ്ഞറിയിക്കാൻ വയ്യ. സന്തോഷവും സങ്കടവും നഷ്ടബോധവും എല്ലാം ചേർന്ന ഒന്ന്. ഞങ്ങളെ കണ്ടപ്പോൾ അവളുടെ മുഖത്ത് പല ഭാവങ്ങൾ മിന്നിമറഞ്ഞു. പിന്നെ പുഞ്ചിരിയുടെ മുഖപടം അണിഞ്ഞ് അവൾ ഉമ്മറത്തേക്ക് കയറി. ഇത് ആരൊക്കെയാ? എങ്ങോട്ടുള്ള വഴി ഓർമ്മയുണ്ടല്ലേ? അതുകൊണ്ടാണല്ലോ വന്നത്. ഞാൻ റേഷൻ കടയിൽ പോയതാ. ഒത്തിരി നേരമായി വന്നിട്ട്. ഇല്ല, ഇപ്പോൾ. അവൾ കയ്യിലെ സഞ്ചി മേരിയമ്മയ്ക്ക് കൊടുത്തു. മണ്ണെണ്ണ വൈകിട്ടേ വരൂ. കന്നാസ് അവിടെ വെച്ചു. ഇവർക്ക് ചായ കൊടുത്തില്ല? അയ്യോ, ഞാനത് മറന്നുപോയി. ഇപ്പൊ എടുക്കാം. വേണ്ട അമ്മുമ്മേ, ഞങ്ങൾ ഐസ്ക്രീം കഴിച്ചിട്ടാ വന്നത്, ആരവ് പറഞ്ഞു. പിന്നെ കയ്യിലെ കവർ അലീനയ്ക്ക് നീട്ടി. ഇതെന്താ? ആന്റിക്ക് തരാൻ അച്ഛൻ വാങ്ങിയതാ. ദുഷ്ടൻ. അവിടെയും എന്നെ ഉറ്റി. അവൾ ചിരിയോടെ അത് വാങ്ങി. പിന്നെ അവനെ ചേർത്ത് പിടിച്ചു. എന്താ മോന്റെ പേര്? ആരവ്. സൂപ്പർ ആണല്ലോ. ആന്റിയുടെ പേര് സൂപ്പറാ. എന്റെ ക്ലാസ്സിലും ഒരു അലീന ഉണ്ട്. ആന്റിയെ പോലെ സുന്ദരിയൊന്നും അല്ല കേട്ടോ. അവൻ ഇത് എങ്ങോട്ടാ കേറി പോകുന്നത് എന്നൊരു പിടിയുമില്ല. ഈ പ്രായത്തിൽ എനിക്ക് ആരോടെങ്കിലും മിണ്ടാൻ തന്നെ വലിയ നാണമായിരുന്നു. ചോദിച്ചതിന് മറുപടി പറയാൻ പോലും മടി. എന്റെ മകനാണ് ഒരു പരിചയമില്ലാത്തവരോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ചായ വേണ്ടെങ്കിൽ വേണ്ട. ഞാൻ ഊണിന് കറി എന്തെങ്കിലും ഉണ്ടാക്കട്ടെ. കഴിച്ചിട്ട് പോയാൽ മതി. മേരിയമ്മ അടുക്കളയിലേക്ക് നടന്നു. വാട, അകത്തിരിക്കാം. അലീന ക്ഷണിച്ചു. ഞാനും മോനും അവൾക്ക് പിന്നാലെ അകത്ത് കയറി. ഇതിന്റെ മുകളിൽ എന്താ ആന്റി? സ്റ്റെയർ കേസ് ചൂണ്ടിക്കൊണ്ട് അവൻ ചോദിച്ചു. കാര്യമായിട്ടൊന്നുമില്ല. കുറച്ച് ചെടികളുണ്ട്, പിന്നെ പ്രാവിന്റെ കൂടും. ഞാൻ പോയി നോക്കട്ടെ. അവൻ പടികൾ ഓടിക്കയറി. സെറ്റിയിൽ ഇരുന്ന് ഞാൻ ചുറ്റുമൊന്ന് കണ്ണോടിച്ചു നോക്കി. പണ്ട് ഇതൊരു കൊച്ചു വീടായിരുന്നു. 2 മുറികളും അടുക്കളയും മാത്രം. അപ്പച്ചൻ, മേരിയമ്മ, ഷീന ചേച്ചി, അലീന എന്നിവർ അടങ്ങിയ കുടുംബം. 7-ാം ക്ലാസ് മുതലാണ് ഞാനും അലീനയും കൂട്ടുകാരാവുന്നത്. അന്നൊക്കെ ആഴ്ചയിൽ ഒരു ദിവസം ഏതെങ്കിലും ഫ്രണ്ടിന്റെ വീട്ടിൽ എല്ലാവരും ഒന്നിച്ചു പോകുന്നത് പതിവുണ്ട്. അങ്ങനെ ഒരിക്കൽ ഈ വീട്ടിലും എത്തി. സ്നേഹിക്കാൻ മാത്രം അറിയുന്ന മനുഷ്യർ. മുറുക്കാൻ കറ പിടിച്ച പല്ലുകൾ വെളിയിൽ കാട്ടിച്ചിരിക്കുന്ന അവളുടെ അപ്പച്ചനെ എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. 10-ാം വയസ്സിൽ അച്ഛൻ നഷ്ടമായവന് എന്ന് അറിഞ്ഞതോടെ ഇവിടെ എല്ലാവർക്കും എന്നോട് വാത്സല്യം ഇരട്ടിച്ചു. അവിടുന്ന് അങ്ങോട്ട് ഈ വീട്ടിൽ അംഗമായിരുന്നു ഞാൻ. തോന്നുമ്പോഴൊക്കെ വരും. ഡിഗ്രി 1-ാം വർഷം എനിക്ക് അലീനയോട് സൗഹൃദത്തിനപ്പുറം ഒരു ഇഷ്ടമുണ്ടെന്ന് തിരിച്ചറിഞ്ഞത്. ഒരു മടിയുമില്ലാതെ തുറന്നു പറഞ്ഞു. ആദ്യം എതിർത്തെങ്കിലും പിന്നെ അവൾ അത് അംഗീകരിച്ചു. പ്രണയം പൂത്തുലഞ്ഞ സുന്ദരമായ നാളുകൾ. ഡിഗ്രി കഴിഞ്ഞതോടെ ഞാൻ പല ജോലികളും നോക്കി. അവൾ ഒരു പ്രൈവറ്റ് കമ്പനിയിലും. ഭാവിയെക്കുറിച്ച് 1000 കനവുകൾ കണ്ടിരുന്ന കാലം. വീട്ടിൽ അവതരിച്ചപ്പോൾ എല്ലാവരും ശക്തിയായി എതിർത്തു. നായർ കുടുംബത്തിലേക്ക് നസ്രാണി പെണ്ണിനെ കൊണ്ടുവന്നാൽ തൂങ്ങി മരിക്കുമെന്ന അമ്മയുടെ ഭീഷണി. അലീനയുടെ അപ്പച്ചനെ അമ്മാവന്മാർ തടഞ്ഞു നിർത്തി തെറി വിളിച്ചിരുന്നു.
പല സിനിമകളിലും സീരിയലുകളിലും കണ്ട കഥയുടെ ആവർത്തനം. ഒടുവിൽ ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോയി മറ്റുള്ളവരെ വിഷമിക്കേണ്ട എന്ന തീരുമാനം ആദ്യം മുന്നോട്ട് വെച്ചത് അലീനയാണ്. എന്റെ അപേക്ഷകൾ അവൾ ചെവികൊണ്ടില്ല. കുറച്ച് അഭിമാനം മാത്രമേ സ്വന്തമായുള്ളൂ, അത് നഷ്ടപ്പെടുത്താൻ വയ്യടാ. ചേച്ചി പ്രേമിച്ച് ഒളിച്ചോടി പോയതിന്റെ നാണക്കേടിൽ നിന്ന് അപ്പച്ചനും അമ്മച്ചിയും പുറത്തു വരുന്നതേ ഉള്ളൂ. ഞാനും അത് ചെയ്താൽ അവർ തകരും. എനിക്ക് പറ്റില്ല. ഉറച്ച സ്വരത്തിൽ അവൾ പറഞ്ഞു. ഷീന ചേച്ചി ഹോസ്പിറ്റൽ ലാബ് ടെക്നീഷ്യൻ ആയിരുന്നു. അവിടെ വന്ന ഒരു തമിഴ്നാട്ടുകാരനുമായി ഇഷ്ടത്തിലായി. വീട്ടുകാർ സമ്മതിച്ചില്ല. ഒടുക്കം രജിസ്റ്റർ മാരേജ് ചെയ്യുകയായിരുന്നു. അലീനയെ കുറ്റപ്പെടുത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ വർഷങ്ങളുടെ പ്രണയം ഇവിടെ കുഴിച്ചു മൂടാൻ 2 തുള്ളി കണ്ണീരും ഇറ്റിച്ചിറങ്ങിപ്പോയ ഞാനാണ് ഏകദേശം 15 വർഷങ്ങൾക്ക് ശേഷം അവളുടെ മുന്നിൽ അതേ സ്ഥലത്തിരിക്കുന്നത്. ഞാൻ അലീനയെ അടിമുടി നോക്കി. നന്നായി മെലിഞ്ഞിട്ടുണ്ട്. കണ്ണുകൾക്ക് താഴെ കറുപ്പു രാശി. ചുരുൾമുടികൾക്കിടയിലുള്ള വെള്ളി രേഖകൾ പാഞ്ഞു തുടങ്ങി. ഒരു കാലത്ത് മൃദുലമായിരുന്ന കൈകൾ പാറ പോലെ ദൃഢമായിട്ടുണ്ട്. മാറ്റം. എന്റെ മനസ്സ് മാത്രം മാറാതെയുള്ളൂ. നീ എന്താ ഒന്നും മിണ്ടാത്തത്? അവൾ ചോദിച്ചു. എന്ത് മിണ്ടാൻ? വൈഫിനെ കൂട്ടാമായിരുന്നില്ലേ? ഡിവോഴ്സ് കേസ് നടന്നുകൊണ്ടിരിക്കുക. കഴിഞ്ഞ ആഴ്ച ഒരു കൗൺസിലിംഗ് കഴിഞ്ഞതേ ഉള്ളൂ. ഈ അവസ്ഥയിൽ പഴയ കാമുകിയെ കാണാൻ വരുന്നോ എന്ന് ചോദിക്കാൻ പറ്റിയില്ല. അവൾ കുറച്ചു നേരം നിശബ്ദയായി. പിന്നെ എന്നെ നോക്കി. എന്ത് പറ്റി? എന്തായിരുന്നു പ്രശ്നം? ഇല്ലാത്ത അപകർഷാബോധം എന്നെ അടിച്ചേൽപ്പിച്ചു. പിന്നെ കൂട്ടുകാരനോടുള്ള ഇഷ്ടവും, അതും അവന്റെ സ്വഭാവം ശരിയല്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ. വെറുതെ പറയല്ലേ, നിങ്ങൾ ആണുങ്ങൾ കഥയുണ്ടാക്കാൻ മിടുക്കന്മാരാ. അവളും അവനും തമ്മിലുള്ള സ്വകാര്യ സംഭാഷണങ്ങൾ, അതും സെക്സിനെ കുറിച്ചുള്ളത്, നേരിൽ കണ്ട ഞാൻ എന്തിന് കള്ളം പറയണം? ഞാൻ തല്ലുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല. എന്റെ ജനനത്തെ വരെ മോശമായി പറഞ്ഞപ്പോൾ കൈയോങ്ങി. പക്ഷെ അടിച്ചു എന്നാ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തത്. നിയമത്തെ മുതലെടുക്കുന്ന സ്ത്രീകളും ഈ നാട്ടിലുണ്ട്. ഇപ്പൊ എന്താ അവസ്ഥ? ആദ്യമൊക്കെ മോനെ വേണമെന്നായിരുന്നു വാശി. പിന്നെ അത് നിന്നു. ഇപ്പൊ വീടിന്റെ ലോൺ ഞാൻ ഒറ്റയ്ക്ക് അടച്ചാൽ മതിയെന്നായി. സമ്മതിച്ചു. ഡിവോഴ്സ് കഴിഞ്ഞാൽ എല്ലാം ശുഭം. ഞാൻ ചിരിച്ചു. നിന്റെ ഹസ്ബൻഡ് മരിച്ചത് ഇന്നാ അറിഞ്ഞ? അതൊക്കെ കുറെ കാലമായിടാ. അലീന വിശ്വസിച്ചു. ആദ്യമൊക്കെ നല്ലതായിരുന്നു. നന്നായി കുടിക്കും. കുറെ ഉപദേശിച്ചു. കരഞ്ഞു. കാലു പിടിച്ചു. കേട്ടില്ല. സ്വന്തമായി വാച്ച് ഷോപ്പ് ഉണ്ടായിരുന്നു. നഷ്ടം വന്ന് അത് പോയി. കുട്ടികൾ ഉണ്ടാവാത്ത വിഷമം വേറെയും. അതൊക്കെ കുറെ കാലമായടാ. അലീന വിശ്വസിച്ചു. ആദ്യമൊക്കെ നല്ലതായിരുന്നു. നന്നായി കുടിക്കും. കുറെ ഉപദേശിച്ചു. കരഞ്ഞു. കാലു പിടിച്ചു. കേട്ടില്ല. സ്വന്തമായി വാച്ച് ഷോപ്പ് ഉണ്ടായിരുന്നു. നഷ്ടം വന്ന് അത് പോയി. കുട്ടികൾ ഉണ്ടാവാത്ത വിഷമം വേറെയും. കുടി ഇരട്ടിയായി. ഒരു ദിവസം കള്ളും കുടിച്ച് ബൈക്കും എടുത്ത് വീട്ടിലേക്ക് വരുമായിരുന്നു. ഒരു ബസ്സിനിൽ ചെന്നിടിച്ചു. അവിടെ തന്നെ. അവൾ നിർത്തി. പോയവര് പോയി. എനിക്ക് ജീവിക്കണമല്ലോ. പല ജോലികളും നോക്കി. വിധവയായ പെണ്ണിനെ കാണുമ്പോൾ ചില അവന്മാർക്ക് വല്ലാത്ത ക്രിമികടി. അത് കൂടിയപ്പോൾ എല്ലാം നിർത്തി. ഇപ്പൊ ഇവിടെ കവലയിൽ ഒരു ടൈലറിംഗ് ഷോപ്പ് നടത്തുന്നു. സ്വന്തം നാടല്ലേ, അധികം ശല്യമില്ല. ഷീനജിച്ച് വരാറില്ലേ? കഴിഞ്ഞ ക്രിസ്മസിന് വന്നായിരുന്നു. അവൾക്കും കെട്ടിയവനും ബാംഗ്ലൂരിൽ തന്നെ ജോലി. പിള്ളേര് 2നെ അവിടുത്തെ സ്കൂളിൽ പഠിപ്പിക്കുന്നു. ചിലപ്പോൾ എനിക്ക് അവളെ കാണുമ്പോൾ അസൂയ തോന്നും. പ്രണയിച്ചവന്റെ കൂടെ ഇറങ്ങിപ്പോയി സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടല്ലോ. മറ്റുള്ളവർക്ക് വേണ്ടി പ്രണയവും സ്വപ്നവും ഉപേക്ഷിച്ച ഞാനോ? ലീന, നീ എപ്പോഴെങ്കിലും എന്നെ ഓർക്കാറുണ്ടായിരുന്നോ? അവൾ പൊട്ടിച്ചിരിച്ചു. നീ എന്താടാ അങ്ങനെ ചോദിച്ചേ? മറക്കാൻ പറ്റുന്ന ബന്ധമായിരുന്നു നമ്മൾ തമ്മിൽ. ഒന്ന് ദൂരെ നിന്നെങ്കിലും കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട്. നമ്മൾ ഒന്നിച്ചാൽ ആദ്യം ഉണ്ടാകുന്നത് മോനായിരിക്കുമെന്നൊക്കെ പണ്ട് പറഞ്ഞിട്ടില്ലേ? അതൊക്കെ മനസ്സിലേക്ക് വരും. മരിക്കും മുൻപ് ഒരിക്കലെങ്കിലും നിന്നെ കെട്ടിപ്പിടിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ആശിച്ചിരുന്നു. വല്ലാത്ത സങ്കടം തോന്നുമ്പോൾ നീയാണെന്ന് സങ്കല്പിച്ച് തലയിണയിൽ മുഖം ചേർത്ത് കരയും. പിന്നീട് എപ്പോഴോ അതൊക്കെ നിന്നു. ജീവിതത്തോടുള്ള യുദ്ധത്തിനിടയിൽ അതൊന്നും സമയമുണ്ടായില്ല. ഒരു കണക്കിന് ഞാൻ കാരണമല്ലേ എനിക്ക് നിന്നെ നഷ്ടമായത്. അന്ന് നിന്റെ കൂടെ ഇറങ്ങി വന്നിരുന്നെങ്കിൽ ഇതൊന്നും അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു. പറയാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മൾ കല്യാണം കഴിച്ചാലും അടിച്ചു പിരിഞ്ഞിരിക്കും. ഒരുപാട് സ്നേഹിച്ചാലും കുഴപ്പമാ. ഞാൻ അവളെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. നിന്റെ കാര്യം പറ. നീ എന്നെ മിസ് ചെയ്തിരുന്നോ? പണ്ടൊക്കെ ഗീതവുമായി വഴക്കിടുമ്പോഴും മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് അവൾ എന്നെ ഇൻസൾട്ട് ചെയ്യുമ്പോഴും എല്ലാം ഒരുപാട് മിസ് ചെയ്തിരുന്നു. അവളുടെ സ്ഥാനത്ത് നീയായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ അപമാനിക്കപ്പെടില്ലല്ലോ എന്ന് ആലോചിക്കും. മോൻ വളരുന്നതോടൊപ്പം ആ ചിന്ത കുറഞ്ഞു. ഇന്ന് അവന് വേണ്ടി മാത്രം ജീവിക്കുന്നത്. അവനെ പഠിപ്പിച്ച് നല്ലൊരു നിലയിൽ എത്തിക്കണം. അത്രയുള്ളൂ മനസ്സിൽ. പിന്നെയും ഞങ്ങൾ ഒരുപാട് സംസാരിച്ചു. ഒരുമിച്ച് ഊണ് കഴിച്ച ശേഷം കുറച്ചു സമയം കൂടി അവിടെ ചെലവഴിച്ച് ഞങ്ങൾ പോകാനിറങ്ങി. ഇനിയും വരണേ കണ്ണ, അമ്മച്ചി മോനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. വരാലോ, വെക്കേഷൻ തുടങ്ങട്ടെ, ഞാൻ എന്തായാലും വരും. അവൻ അവരുടെ ചുളിവ് വീണ കവിളിൽ ഉമ്മ വെച്ചു. അമ്മച്ചി, ഞാൻ ഇവരെ ബസ് സ്റ്റോപ്പിൽ കൊണ്ട് വിട്ടിട്ട് വരാം. അലീന സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്തു. ചെറിയ മടിയുണ്ടായിരുന്നെങ്കിലും ആരവും നിർബന്ധിച്ചപ്പോൾ ഞാനും കയറി. നല്ല വിറയലുണ്ട്. അതുപോലെ ചേർന്നിരുന്ന് യാത്ര ചെയ്ത ഭൂതകാലം മനസ്സിൽ ഓടിയെത്തി. നിന്റെ അച്ഛനോട് ഒരു വണ്ടി വാങ്ങാൻ പറഞ്ഞൂടെ കണ്ണ? അച്ഛന്റെ ബൈക്ക് വർക്ക്ഷോപ്പിലാ. അതുണ്ടായാലും എന്നെ കയറ്റില്ല. ഒന്നെങ്കിൽ ഓട്ടോ അല്ലെങ്കിൽ ബസ്. പേടിയാ.
അത് പണ്ടേ അങ്ങനെ. ഞാൻ പുറകിലിരുന്നാൽ നിന്റെ അച്ഛൻ ബൈക്ക് ഓടിക്കുന്നതൊന്ന് കാണണം. സൈക്കിൾ വരെ ഓവർടേക്ക് ചെയ്തു പോകും. രണ്ടാളും കളിയാക്കി ചിരിയും. ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോൾ നാട്ടിലേക്കുള്ള ബസ് പോകാൻ തയ്യാറായി നിൽക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ പോട്ടേടി. വേറൊന്നും പറയാനില്ലേ നിനക്ക്? എന്ത് പറയാനാടാ, ഹാപ്പി ആയിട്ട് ജീവിക്ക്. നിനക്ക് മോനെങ്കിലും ഉണ്ടല്ലോ, എനിക്ക് അതുമില്ല. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. എന്നെ കാണാൻ വന്നില്ലേ, അത് മതി. ഞാൻ പോവുക. ഇനി ഇവിടെ നിന്നാൽ കരഞ്ഞു പോകും. ആൾക്കാർ കണ്ടാൽ നാണക്കേടാ. മോനെ കെട്ടിപ്പിടിച്ച് നെറ്റിയിൽ ഉമ്മ വെച്ച ശേഷം അവൾ സ്കൂട്ടറിൽ കയറി പാഞ്ഞുപോയി. വർക്ക് സൈറ്റുകളുടെ കണക്കെല്ലാം ക്ലീൻ ചെയ്ത് ഞാൻ റൂമിലെത്തുമ്പോഴേക്കും മോൻ ഉറങ്ങിയിരുന്നു. യാത്രാക്ഷീണം കാരണം നേരത്തെ ഭക്ഷണം കഴിച്ച് കിടന്നതാണ്. ബെഡിൽ പഴയൊരു മൊബൈൽ കിടപ്പുണ്ട്. 9ാം ക്ലാസ്സിന്റെ വാട്സപ്പ് ഗ്രൂപ്പ് അതിലാണ്. പിന്നെ എന്റെ പേരിലുള്ള ഫേസ്ബുക്കും. ഞാനത് നോക്കാറേയില്ല. അമ്മയോടുള്ള വാശി തീർക്കാൻ ഞങ്ങൾ ഒരുമിച്ച് പുറത്തു പോകുന്നതിന്റെയും ഫുഡ് കഴിക്കുന്നതിന്റെയും ഒക്കെ ഫോട്ടോസ് അവൻ അതിൽ ഇടാറുണ്ടെന്നറിയാം. ഞാൻ വല്ലപ്പോഴും ആ ഫോൺ ചെക്ക് ചെയ്യും. കുട്ടികൾ ഫോൺ ഉപയോഗിക്കുന്നത് ശ്രദ്ധിക്കണമെന്ന് PTA മീറ്റിംഗിൽ പറഞ്ഞിട്ടുണ്ട്. ഫ്രണ്ട്സിനോടുള്ള ചാറ്റ് അതിലുണ്ടാവാറുണ്ട്. കുട്ടികളുടെ സംസാരം കേൾക്കാൻ തന്നെ നല്ല രസമാണ്. ഞാൻ വാട്സപ്പ് തുറന്നു. ഗ്രൂപ്പിൽ കുറെ മെസ്സേജ് വന്നിട്ടുണ്ട്. അതിനുശേഷം ഫേസ്ബുക്ക് നോക്കി. പ്രതീക്ഷിച്ചതുപോലെ രാവിലെ ഐസ്ക്രീം കഴിക്കുന്ന ഫോട്ടോസ് ഉണ്ട്. നേർത്ത ചിരിയോടെ മെസ്സഞ്ചർ തുറന്നപ്പോൾ ഞെട്ടിപ്പോയി. അവിടെ ഒരു ചാറ്റ്. ഈശ്വര, ഇവൻ ആരോടാ? ഞാൻ ആ പേര് നോക്കി. അലീന. അലീന. അതോടെ ഞാൻ ഞെട്ടൽ പൂർത്തിയാക്കി. എല്ലാം വോയിസ് മെസ്സേജ് ആണ്. പതിയെ ഹെഡ്സെറ്റ് എടുത്ത് കുത്തി ഞാൻ ഓരോന്നായി കേൾക്കാൻ തുടങ്ങി. ആന്റി, ഞാൻ ഇവിടെ എത്തി. നിന്റെ അച്ഛന് സംശയമൊന്നുമില്ലല്ലോ? ഹേയ്, ഇല്ല. എന്റെ അഭിനയം എങ്ങനെ ഉണ്ടായിരുന്നു? കുറച്ച് ഓവറായിരുന്നു. ആദ്യമായി എന്നെ കാണുമ്പോൾ ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത്? ഇച്ചിരി ഷൈ വേണ്ടേ? മിക്കവാറും നിന്റെ അച്ഛന് സംശയം തോന്നിയിട്ടുണ്ടാവും. അതൊന്നുമില്ല, ഞാൻ എല്ലാവരോടും ഇങ്ങനെയാണ്, അച്ഛനറിയാം. വേറെ വല്ലതും പറഞ്ഞ? ഇല്ല, ഇവിടെ വന്നത് മുതൽ കണക്ക് നോക്കിയിരിക്കുക. കണ്ണാ, നീയും ഞാനും കുറെ മാസങ്ങൾക്ക് മുമ്പേ പരിചയപ്പെട്ടെന്നും ഇന്ന് ഇവിടെ വന്നതടക്കം നമ്മുടെ പ്ലാനാണെന്നും നിന്റെ അച്ഛൻ അറിയുമ്പോൾ എന്താകുമെന്ന് എനിക്ക് പേടി തോന്നുന്നു. ആന്റി ടെൻഷൻ അടിക്കേണ്ട. അച്ഛൻ പാവമാ. അമ്മ കാരണം കുറെ കഷ്ടപ്പെട്ടു. ഇനിയെങ്കിലും സന്തോഷിക്കട്ടെ. അതിനുവേണ്ടിയല്ലേ ഞാൻ ആന്റിയെ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച് പരിചയപ്പെട്ടത്. ഇതൊരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ. സാരമില്ല. ആന്റി അച്ഛനെ വിട്ടു പോകാതിരുന്നാ മതി. എനിക്കും അച്ഛനും വേറെ ആരുമില്ല. ഞാൻ പോകില്ല കണ്ണ. എനിക്ക് നിങ്ങളെ വേണം. ആദ്യം നിന്റെ അച്ഛന്റെ മനസ്സിൽ എന്താണെന്ന് അറിയട്ടെ, എന്നിട്ട് എല്ലാം തുറന്നു പറയാം. മോൻ ഉറങ്ങിക്കോ. സമയം ഒരുപാടായില്ലേ. ചാറ്റ് ഡിലീറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് ആന്റി. ഹെഡ്സെറ്റ് ഊരി മാറ്റി ഞാൻ അവനെ നോക്കി. ഒരു വശം ചരിഞ്ഞ് നല്ല ഉറക്കമാണ്. ചാറ്റ് ഡിലീറ്റ് ചെയ്യാൻ മറന്നു പോയതാവും. എനിക്ക് അത്ഭുതം തോന്നി. അച്ഛന് സന്തോഷവും സമാധാനവും നിറഞ്ഞൊരു ജീവിതം വേണമെന്ന് ആഗ്രഹിക്കുന്ന മകൻ, അതും ഒരു കൗമാരക്കാരൻ. അച്ഛന്റെ കാമുകിയെ കണ്ടെത്തി അവളോട് അപേക്ഷിച്ചിരിക്കുന്നു. അവിശ്വസനീയം. നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ തുടച്ചുകൊണ്ട് ഞാൻ ഫോൺ മാറ്റിവെച്ചു. പിന്നെ അടുത്ത് കിടന്ന് അവനെ കെട്ടിപ്പിടിച്ചു. ഉറക്കത്തിൽ അവൻ എന്റെ കൈ നെഞ്ചോട് ചേർത്ത് വെച്ച് എന്തോ പറയുന്നുണ്ട്. ഞാൻ അവന്റെ തലയിൽ ഉമ്മ വെച്ചു. തൽക്കാലം ഒന്നും ചോദിക്കണ്ട. അവൻ തീരുമാനിച്ചതുപോലെ നടക്കട്ടെ. ചിലപ്പോൾ എന്നോ കൈവിട്ടു പോയത് വീണ്ടും തരാൻ ദൈവം നിയോഗിച്ചതാവും അവനെ. പുതിയൊരു ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്താൻ വേണ്ടി വന്നവൻ. ഒരിക്കൽ കൂടി ഞാൻ അവനെ ദേഹത്തേക്ക് ചേർത്തു. പിന്നെ കണ്ണുകൾ അടച്ച് സമാധാനത്തോടെ, പ്രത്യാക്ഷയോടെ.